ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 2 ഇംഗ്ലീഷ് ചാപ്റ്റർ പീസ് ഓഫ് കേക്ക് ആണ്. നമുക്ക് ആദ്യമേ ഈ പാഠത്തിലേക്ക് കടക്കാം. ഇതിൽ 4 എലിഫൻ്റ് കുട്ടികളുടെയും ഒരു അച്ഛൻ എലിഫൻറ്റിൻ്റെയും ഒരു അമ്മ എലിഫൻറ്റിൻ്റെയും കഥയാണ് പറയുന്നത്. മദർ എലിഫൻറ്റ്, ഫാദർ എലിഫൻറ്റ് ആൻഡ് 4 children. ഫസ്റ്റ് ലിസൺ ടു യുവർ ടീച്ചർ. ദ മദർ എലിഫൻറ്റ് ലുക്ക്ഡ് സാഡ്. അമ്മ എലിഫൻറ്റിന് ഭയങ്കര സങ്കടമാണ്. എന്ത് പറ്റിയെന്ന് അറിയില്ല. മദർ എലിഫൻറ്റ് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. വൈ ഈസ് ദ മദർ എലിഫൻറ്റ് സാഡ്? എന്തുകൊണ്ടാണ് മദർ എലിഫൻറ്റ് സങ്കടപ്പെട്ടിരിക്കുന്നത്? നമുക്ക് നോക്കാം അല്ലേ. ഷീ തിങ്സ് ഷീ ഈസ് ഫാറ്റ്. അപ്പോൾ അമ്മ എലിഫൻറ്റ് വിചാരിക്കുന്നത് എന്താണ്? അമ്മ എലിഫൻറ്റ് ഭയങ്കര തടിയാണെന്നാണ്. മെലിഞ്ഞിരിക്കുക, തടിച്ചിരിക്കുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ അമ്മ എലിഫൻറ്റ് ഭയങ്കര തടിച്ചായിരിക്കണമെന്നാണ് അമ്മ എലിഫൻറ്റ് വിചാരിച്ചിരിക്കുന്നത്. മദർ എലിഫൻറ്റ് വിചാരിച്ചിരിക്കുന്നത് ഐ എം വെരി ഫാറ്റ്. മദർ എലിഫൻറ്റ് പറയുകയാണ് ഐ എം വെരി ഫാറ്റ് എന്ന്. ഞാൻ ഭയങ്കര തടിയാണ്, എനിക്ക് ഭയങ്കര തടിയാണ്. യു ആർ നോട്ട് ടു ഫാറ്റ്. അപ്പോൾ ഒരു നക്ഷത്രം തലയിലുള്ള ഒരു എലിഫൻ്റാണ്, ബ്രൗൺ കളറിലെ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന എലിഫൻറ്റ്. ആ എലിഫൻ്റ് കൂട്ടം പറയാണ് ഇല്ല അമ്മ അത്ര തടിച്ചിട്ടൊന്നുമല്ല. ലുക്ക്, മമ്മി ഹാസ് എ ഫാറ്റ് ബെല്ലി. നോക്ക് അമ്മയ്ക്കൊരു വലിയ ഫാറ്റായിട്ടുള്ള ബെല്ലി, അത് തടിയുള്ളൊരു വയറാണുള്ളത്, ഒരു വലിയ വയറാണുള്ളതെന്ന് പറയും. അതാരാ പറയണത്? അത് നമ്മുടെ ബേബി എലിഫൻ്റാണ് പറയണത് കേട്ടോ. അമ്മയ്ക്കൊരു തടിയുള്ള വയറുള്ളതെന്ന് ബേബി എലിഫൻറ്റ് പറയും. ഇനി അടുത്ത പേജിൽ നോക്കാം. യു ആർ ക്യൂട്ട് ടു മോം, യു ആർ സ്ട്രോങ്. അപ്പോൾ അടുത്ത ആൾ പറയാണ് എന്നാണെങ്കിലും അമ്മയെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അത് അടുത്ത മകനാണ് പറയണത്. രണ്ടാമത്തെ മകനുണ്ട്. അപ്പോൾ രണ്ടാമത്തെ മകൻ പറയാണ് എന്നാലും അമ്മേനെ കാണാൻ സുന്ദരിയാണ്, അമ്മ ക്യൂട്ടാണ്. മോം ഭയങ്കര സ്ട്രോങ് ആണ്, അമ്മ നല്ല ശക്തിയാണ് അമ്മയ്ക്ക് എന്ന് അടുത്ത ആൾ പറയണു. ഇനി ദ മദർ എലിഫൻറ്റ് പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ്. കം, ഇറ്റ്സ് ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ഷീ കോൾഡ് ഔട്ട്. അപ്പോൾ അമ്മ എലിഫൻറ്റ് എന്ത് ചെയ്തു? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്? നമ്മൾ രാവിലെ കഴിക്കുന്ന ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. നമ്മൾ രാവിലെ കഴിക്കുന്ന ഫുഡിനെ പറയുന്ന പേരെന്താണ്? ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡിനെ പറയുന്ന പേരെന്താണ്? ഉച്ചയ്ക്ക് എന്ത് ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത് ആ ഉച്ചയ്ക്ക് കഴിക്കുന്നത് പറയുന്നത് ലഞ്ച് എന്നാണ് അല്ലേ. ഇപ്പോൾ രാത്രി കഴിക്കുമ്പോഴോ, രാത്രി നമ്മൾ കഴിക്കുമ്പോൾ അതിനെ പറയണത് ഡിന്നർ എന്നാണ് അല്ലേ. അപ്പോൾ അത് 3 എണ്ണം നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അമ്മ എല്ലാവരെയും വിളിക്കുകയാണ്, വരൂ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി, രാവിലെയുള്ള കാപ്പിക്കുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, വരൂ അല്ലേ. നമ്മളെ വീട്ടിൽ അങ്ങനെയല്ലേ പറയുക, കാപ്പിക്കുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയും അല്ലേ. വാട്ട് ഡിഡ് ദേ ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? അവർ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്? അങ്ങനെ ഒരു ചോദ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും രാവിലെ കഴിച്ചത്? അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കാറുള്ളത് കുട്ടികളെ? നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുക? നമ്മൾ ചിലപ്പോൾ ദോശ കഴിക്കും, ഇഡ്ഡലി കഴിക്കും അല്ലേ, പുട്ട് കഴിക്കും, അപ്പം കഴിക്കും. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കുറേ ഡിഷസ് കഴിക്കാറുണ്ട് അല്ലേ. പല പല ഡിഷസ്, ഉപ്മാവ് കഴിക്കാറുണ്ട്, ചിലപ്പോൾ പൊങ്കൽ കഴിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ പല ഡിഷസ് കഴിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ആനകൾ എന്താ കഴിക്കുക? എലിഫൻറ്റ്സ് എന്തായിരിക്കും കഴിക്കുക? എലിഫൻറ്റ് ചിലപ്പോൾ ഷുഗർ കെയിൻ കഴിക്കും, ചിലപ്പോൾ കോക്കനട്ട് ലീവ്സ് കഴിക്കും, പാം ലീവ്സ് കഴിക്കും, അതായത് പനമ്പട്ടയും തെങ്ങിൻ്റെ ഓലയും ഒക്കെ കഴിക്കും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അവർ കഴിക്കണതെന്ന്. ലെറ്റ്സ് റീഡ്. ഓൾ സാറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. വാട്ട് ഈസ് ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ മോം? ലൂക്ക് ആസ്റ്റ്. അപ്പോൾ ആരാണ് ആദ്യം ചോദിച്ചത്? ലൂക്കാണ് ചോദിക്കുന്നത് കേട്ടോ. ഇന്ന് എന്താ കഴിക്കാൻ? അപ്പോൾ എല്ലാവരും അങ്ങനെ ചോദിക്കാറുണ്ടല്ലേ, നമ്മളൊക്കെ ചോദിക്കാറില്ലേ ഇന്ന് എന്താ അമ്മ കഴിക്കാനുള്ളതെന്ന്. അതുപോലെ തന്നെ ലൂക്ക് ചോദിക്കുന്നത് വാട്ട് ഈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ മോം? ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? വി ഹാവ് കോക്കനട്ട് ആൻഡ് ഷുഗർ കെയിൻ, നോ മോർ കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. അപ്പോൾ അമ്മ പറയാണ് നമുക്കിന്ന് കഴിക്കാനുള്ളത് എന്താണ്? തേങ്ങയും ഷുഗർ കെയിൻ, കരിമ്പുമാണ്. നമുക്ക് തേങ്ങയും കരിമ്പുമാണ് ഇന്ന് കഴിക്കാനുള്ളത്. ഇന്ന് മുതൽ നമുക്ക് കേക്കുമില്ല, ബിസ്ക്കറ്റും ഇല്ല. അമ്മ എലിഫൻറ്റ് പറയാണ് കേക്കും ബിസ്ക്കറ്റും ഒന്നും ഇനി ഞാൻ ഉണ്ടാക്കിയില്ല, നിങ്ങൾക്ക് തരുമില്ലെന്ന്. ബട്ട് വൈ? ദ ബേബി എലിഫൻറ്റ് ആ സാഡ്ലി. അപ്പോൾ ഒരു കുഞ്ഞ് എലിഫൻ്റ് ഉണ്ട്, ബേബി എലിഫൻറ്റ് ചോദിക്കും ബട്ട് വൈ? പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊന്നും തരാത്തേ? വി ആർ ഓൾ ഫാറ്റ്, വി ഹാവ് ടു ഈറ്റ് ലെസ് ആൻഡ് വർക്ക് മോർ, ദ മദർ റിപ്ലൈഡ്. അപ്പോൾ അമ്മ എന്താ പറയണത്?
നമ്മളെല്ലാവരും നല്ല തടിച്ചിട്ടാണ്. നമുക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് കുറേ വർക്ക് ചെയ്യണം, കുറേ ജോലി ചെയ്യണം. കുറച്ച് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് കുറേ ജോലി ചെയ്യുക. അമ്മ പറയും. വിൽ ദേ എഗ്രി വിത്ത് മോം? അപ്പം ഇങ്ങനെ പറഞ്ഞാൽ അവരൊക്കെ സമ്മതിക്കുമോ അമ്മയുടെ അടുത്ത്? നമ്മളാണെങ്കിൽ സമ്മതിക്കുമോ അമ്മയുടെ അടുത്ത്? നമുക്ക് ആകെ തരണത് ലീഫി വെജിറ്റബിൾസ് മാത്രം തന്നു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? ഇല്ലല്ലോ, നമ്മളെല്ലാം വേണമെന്ന് പറയുമോ അല്ലേ? അല്ലേ? അതുപോലെ തന്നെ ഇവർക്ക് ഷുഗർ കെയിനും കോക്കനട്ടും മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുമോ? ഇല്ല. അപ്പോൾ അവരെന്ത് പറയും? നോ നോ, ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയും. പക്ഷെ അമ്മേനെ പേടിച്ച് ഇവരെല്ലാവരും എന്ത് ചെയ്യും? അമ്മേനെ പേടിച്ചിട്ട് ഇവരെല്ലാവരും അത് കഴിക്കുകയും ചെയ്യും അല്ലേ? നമ്മളും അങ്ങനെ തന്നെ അല്ലേ? അമ്മ വഴക്ക് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിക്കും അല്ലേ? The elephant kids went to school. In the evening they came back home. അപ്പോൾ ആനക്കുട്ടികളെല്ലാവരും സ്കൂളിൽ പോയി. വൈകുന്നേരം ആയപ്പോൾ അവർ തിരിച്ചു വന്നു. വാട്ട് ഡു യു യൂഷ്വലി ഡു ആഫ്റ്റർ സ്കൂൾ? അപ്പം നിങ്ങൾ സ്കൂളിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ സാധാരണ എന്താണ് ചെയ്യാറുള്ളത്? നമ്മൾ എന്ത് ചെയ്യും? വരുമ്പോൾ തന്നെ ഷൂസൊക്കെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ടിട്ട് ബാഗൊക്കെ എടുത്ത് സോഫയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? അമ്മ ചായ കൊണ്ടുവരുമോ എന്ന് പറയും അല്ലേ? അപ്പോൾ അമ്മ ചായ കൊണ്ടുവരും നമ്മളെല്ലാവരും പറയും, എന്നിട്ട് ടി വി ഓൺ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കുട്ടി എലിഫൻറ്റുകൾ എന്ത് ചെയ്യും? വന്നിട്ട് മോം ക്യാൻ വി വാച്ച് ടെലിവിഷൻ? ആസ് ബ്രൗൺ ദ എൽഡസ്റ്റ്. മോം ക്യാൻ വി വാച്ച് ടെലിവിഷൻ? അമ്മ ഞങ്ങൾ ടി വി കണ്ടോട്ടെ എന്നാണ് ആര് ചോദിച്ചത്? ബ്രൗൺ ചോദിച്ചു. എൽഡസ്റ്റ് സൺ, മൂത്ത മകനാണത്. ഏറ്റവും മൂത്ത മകൻ ബ്രൗൺ എന്താ ചോദിച്ചത്? അമ്മ ഞങ്ങൾ ടി വി കണ്ടോട്ടെ. നോ ടൈം ഡിയേഴ്സ്, പുട്ട് യുവർ ബാഗ്സ് ഡൗൺ ആൻഡ് ഫോളോ മീ. വി ആർ ഗോയിങ് ഫോർ എ റൺ. ലുക്ക്, വി ആർ ഗെറ്റിംഗ് പ്രിറ്റി ഹെവി. അപ്പം അമ്മ എന്താ പറഞ്ഞത്? സമയമില്ല മോനെ, പുട്ട് യുവർ ബാഗ്സ് ഡൗൺ, നിങ്ങളുടെ ബാഗുകളൊക്കെ അവിടെ വെക്കൂ. ഫോളോ മീ, എൻ്റെ പുറകിൽ വരൂ. വി ആർ ഗോയിങ് ഫോർ എ റൺ, നമ്മൾ എന്തിനു പോവുകയാണ്? ഒരു ഓട്ടം ഓടാൻ പോവുകയാണ്. നമ്മളൊന്ന് ഓടാൻ പോവുകയാണ്. ലുക്ക്, വി ആർ ഗെറ്റിംഗ് പ്രിറ്റി ഹെവി, നോക്കൂ നമ്മളൊക്കെ നല്ല തടി വെച്ച് വരുന്നുണ്ട്. സെഡ് ദ മദർ എലിഫൻറ്റ്, അമ്മ എലിഫൻ്റ് ആണിത് പറഞ്ഞത്. ദേ വെൻറ്റ് ഫോർ ജോഗ്, അവരെല്ലാവരും ജോഗിങ്ങിന് പോയി. വേർ ഡു പീപ്പിൾ ഗോ ഫോർ ജോഗിങ്? ഇപ്പോൾ എവിടെയായിരിക്കും സാധാരണ നമ്മൾ ജോഗിങ്ങിനൊക്കെ പോവുക? പാർക്കിലോ അല്ലെങ്കിൽ ബീച്ചിൻ്റെ സൈഡിലോ ബീച്ചിലോ അല്ലെങ്കിൽ സ്റ്റേഡിയം, ഓപ്പൺ സ്റ്റേഡിയം ഉണ്ടെങ്കിൽ അവിടെയോ ഒക്കെ ആയിരിക്കും പോവുക അല്ലേ? അല്ലെങ്കിൽ ചില ആൾക്കാർ എന്ത് ചെയ്യും? പ്രൈവറ്റ് റോഡ്സ് ഉണ്ടെങ്കിൽ ആ റോഡിൽ കൂടെ ഓടും. ചില ആൾക്കാർ ഫോറസ്റ്റ് ട്രയൽസിൽ കൂടെ ഓടും. ഇപ്പോൾ ഈ എലിഫൻറ്റ് ഇവരും ഓടാൻ പോയി. The family came back after a run. The kids were tired. അപ്പോൾ ഫാമിലി എല്ലാവരും തിരിച്ചു വന്നു. അമ്മയും മക്കളും കൂടി ഓടാൻ പോയി, ഓടിയിട്ട് തിരിച്ചു വന്നു. കുട്ടികളൊക്കെ ടയേർഡാണ്. എലിഫൻ്റ് ചിൽഡ്രൻ 4 പേരും ടയേർഡാണ്. ദ കിഡ്സ് ആർ ടയേർഡ്. വാട്ട് വിൽ ദ മദർ ഗിവ് ടു ദെം? അപ്പോൾ കുട്ടികളൊക്കെ ടയേർഡാണ്, ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മ എന്തായിരിക്കും കൊടുക്കുക? ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ക്ഷീണിച്ച് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തണുത്ത വെള്ളം കുടിക്കുക അല്ലേ? അല്ലെങ്കിൽ ജ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് കുടിക്കും അല്ലേ? അപ്പം അതുപോലെ ഇവരുടെ അമ്മ എന്താണ് ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്? നമുക്ക് നോക്കാം. ഈസ് ടീ റെഡി മോം? ആസ് ഡെല്ല. അമ്മേ ചായ റെഡിയാണോ? ആരാ ചോദിച്ചത്? ഡെല്ല. നോ ടീ ടുഡേ, ലെറ്റ്സ് ഡ്രിങ്ക് ബിറ്റർ ഗോഡ് ജ്യൂസ് സെഡ് ദി മോം. അപ്പം അമ്മ എന്താ പറഞ്ഞത്? ഇന്ന് ചായ ഇല്ല, ഇന്ന് നമ്മൾ കുടിക്കാൻ പോകുന്നത് എന്താണ്? പാവയ്ക്ക ജ്യൂസാണ്. ഓ മൈ ഗോഡ്, ഡെല്ല പുട്ട് ഹർ ഹാൻഡ്സ് ഓൺ ഹർ ഹെഡ്. അപ്പോൾ ഡെല്ല തലയിൽ കൈവച്ചു. എൻ്റെ ദൈവമേ കഷ്ടം എന്നുള്ള രീതിയിൽ ഡെല്ല തലയിൽ കൈവച്ചു. വാട്ട് ഈസ് റോങ് വിത്ത് മോം? ആസ് ബേബി എലിഫൻറ്റ്. അമ്മയ്ക്ക് എന്താ പറ്റിയേ? ബേബി എലിഫൻറ്റ് ചോദിച്ചു. അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന്. വിൽ ദ കിഡ്സ് ലൈക്ക് ബിറ്റർ ഗാർഡ് ജ്യൂസ്? വൈ? കുട്ടികൾക്കൊക്കെ ബിറ്റർ ഗാർഡ് ജ്യൂസ് ഇഷ്ടമാണോ? നിങ്ങൾക്ക് പാവയ്ക്ക ജ്യൂസ് ഇഷ്ടമാണോ? പാവയ്ക്ക ജ്യൂസ് ഇഷ്ടപ്പെടുമോ എല്ലാവർക്കും? ഇല്ല അല്ലേ? അതിന് എന്ത് രസമാണ്? കയ്പ്പ് രസമാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ബിറ്റർ ടേസ്റ്റാണ് പാവയ്ക്ക ജ്യൂസിനുള്ളത്. എന്ത് ടേസ്റ്റാണ്? ബിറ്റർ ടേസ്റ്റ്. ഇതുപോലെ എത്ര ടേസ്റ്റുകൾ നമുക്കറിയാൻ പറ്റും? ബിറ്റർ ഉണ്ട്, സ്വീറ്റ് ഉണ്ട്. സ്വീറ്റ് മധുരമാണല്ലേ? അതുപോലെ ഇനി സവർ ഉണ്ട്. സവർ എന്ന് പറഞ്ഞാൽ പുളിപ്പാണ്. പുളിയൊക്കെ തിന്നുമ്പോഴത്തേക്കുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് പുളിപ്പ്, സവർ ടേസ്റ്റ്. ഇനി സോൾട്ട്, ഉപ്പിൻ്റെ രസം. അപ്പോൾ ഈ ഓരോ ടേസ്റ്റുകളും നമുക്കറിയാം അല്ലേ? തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. കുട്ടികൾക്ക് ആർക്കും എന്ത് ഇഷ്ടമല്ല? ഈ കയ്പ്പ് രസം ഇഷ്ടമല്ല, ബിറ്ററാണ്. ബിറ്റർ മീൻസ്
കയ്പ്പ് രസമാണ്. പുളി സവറാണ്. പുളിയുടെ ടേസ്റ്റ് സവറാണ്, സവർ ടേസ്റ്റ്. ദ കിഡ്സ് വെൻറ്റ് ടു ദെയർ സ്റ്റഡി റൂം. ദേ ഓൾ വെർ ഹംഗ്രി. അപ്പോൾ കുട്ടികളൊക്കെ അവർ പഠിക്കാനുള്ള റൂമിലേക്ക് പോയി, സ്റ്റഡി റൂമിൽ പോയി അവരൊന്ന് പഠിക്കാൻ തുടങ്ങി. അവരെല്ലാവരും എന്താണ് ഭയങ്കര ക്ഷീണിച്ചാണ് വന്നത്. ലേറ്റ് ഇൻ ദ ഈവനിങ് ഫാദർ എലിഫൻറ്റ് കെയിം ഹോം ആഫ്റ്റർ വർക്ക്. അപ്പോൾ കുറേ സന്ധ്യ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ എലിഫൻറ്റ് വന്നു. അച്ഛൻ എലിഫൻറ്റ് ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നു. ഹീ സ്വിച്ച്ഡ് ഓൺ ദ ടെലിവിഷൻ ആൻഡ് ലേ ഓൺ ദ സോഫ. നമ്മൾ ചെയ്യണത് പോലെ തന്നെയാണ് അച്ഛൻ എലിഫൻറ്റും വന്ന് ചെയ്തത്. വന്നു അപ്പോഴത്തേക്കും ടി വി ഓൺ ചെയ്തു, സോഫയിൽ വന്ന് കിടന്നു. നോ ഡിയർ പ്ലീസ് സ്വിച്ച് ഓഫ് ദ ടി വി. പറ്റില്ല ഈ ടി വി സ്വിച്ച് ഓഫ് ചെയ്യൂ. ലെറ്റ്സ് ഗോ ടു ദ പാർക്ക് ആൻഡ് ഡു സം എക്സസൈസ് സെഡ് ദി മദർ എലിഫൻറ്റ്. വാ നമുക്ക് പാർക്കിൽ പോയി കുറച്ച് എക്സസൈസ് ചെയ്യാം, ടി വി ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല. വൈ ആസ് ദ ഫാദർ എലിഫൻറ്റ്. എന്തുകൊണ്ട്? ഫോർ ബിക്കമിങ് തിന്നർ ഷീ റിപ്ലൈഡ്. അപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? നമുക്ക് മെലിയണം. ഇപ്പോൾ നമ്മൾ തടിച്ചായിരിക്കണം, നമുക്ക് മെലിയാൻ വേണ്ടി എന്ത് ചെയ്യണം? എക്സസൈസ് ചെയ്യണം. വരൂ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പോകാം. വാട്ട് വിൽ ദേ ഡു ഇൻ ദ പാർക്ക്. അപ്പോൾ പാർക്കിൽ പോയിട്ട് അവരെന്തായിരിക്കും ചെയ്യുക? അച്ഛനും അമ്മയും പാർക്കിൽ പോയിട്ട് അവരെന്ത് ചെയ്യും? എക്സസൈസ് ചെയ്യും അല്ലേ? ഇനി ഇവിടെ ഒരു ചോദ്യം കൂടിയുണ്ട്. വേർ ഹാസ് ദ ഫാദർ എലിഫൻറ്റ് ഗോൺ. ഫാദർ എലിഫൻറ്റ് എവിടെ പോയതാണ്? ജോലിക്ക് പോയതാണ് അല്ലേ? ഹി വെൻറ്റ് ഫോർ വർക്ക്. ഫാദർ എലിഫൻറ്റ് ജോലിക്ക് പോയതാണ്. എവറി ഡേ ദ ഫാമിലി ഡിഡ് മെനി എക്സസൈസസ്. സ്ട്രെച്ചിങ്, ബെൻഡിങ്, ജോഗിങ്, സിറ്റപ്സ്, സൈക്ലിംഗ്. എവ്രി വൺ ഗോട്ട് ടയർഡ് ബട്ട് ദർ വാസ് നോ തിന്നിങ്. അപ്പോൾ എല്ലാ ദിവസവും ഇവരെന്ത് ചെയ്യും? ഫാമിലി മൊത്തം 6 പേരും പോയിട്ട് എന്ത് ചെയ്യും? സ്ട്രെച്ച് ചെയ്യും, ബെൻഡ് ചെയ്യും, ജോഗ് ചെയ്യും, സിറ്റപ്പ് ചെയ്യും, സൈക്ലിംഗ് ചെയ്യും, എല്ലാം ചെയ്യും. എല്ലാവരും ടയേർഡും ആകും ഓരോ ദിവസവും. പക്ഷെ ഒരു ചേഞ്ചും ഇല്ല. അവരാരും മെലിഞ്ഞില്ല. അവരൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ആർക്കും ഒരു മാറ്റവും സംഭവിച്ചില്ല. ആരും മെലിഞ്ഞില്ല. ദിസ് വിൽ നോട്ട് വർക്ക്. വി കനോട്ട് ബി തിന്നർ. എലിഫൻറ്റ്സ് ആർ ഓൾവേസ് ഫാറ്റ് സെഡ് ലൂക്ക്. ഇതൊന്നും നടക്കില്ല, നമുക്കൊന്നും മെലിയാൻ പറ്റില്ല. എലിഫൻറ്റ്സ് ആർ ഓൾവേസ് ഫാറ്റ്. ആനകൾ എപ്പോഴും തടിയുള്ളവരാണ്. ലൂക്ക് പറഞ്ഞാണിത്. നോ വി മസ്റ്റ് ട്രൈ ഹാർഡർ. പറ്റില്ല, നമ്മൾ കുറച്ചുകൂടി കഠിനമായിട്ട് ശ്രമിക്കണം, നമുക്ക് പരിശ്രമിക്കണം കുറച്ചുകൂടെ. സെഡ് ദ മദർ എലിഫൻറ്റ്. അമ്മ ആന പറയാണ്, ഇതൊന്നും പറ്റില്ല മക്കളെ, കുറച്ചുകൂടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, കുറച്ചുകൂടി നമ്മൾ കഷ്ടപ്പെടണം. ഷീ വൈപ്ഡ് ഹർ സ്വെറ്റ് വിത്ത് എ ടവൽ. അപ്പോൾ തലയിൽ നിന്ന് വേർപ്പൊക്കെ തുടച്ച് മാറ്റി ഒരു ടവലും കൊണ്ട്. ഡു യു ലൈക്ക് തിൻ എലിഫൻറ്റ്സ്. ഇനി നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് മെലിഞ്ഞ ആനകൾ ഇഷ്ടമാണോ? ഇല്ല അല്ലേ? മെലിഞ്ഞ ആനകൾ ആർക്കും ഇഷ്ടമാവില്ല. എനിക്കിഷ്ടമല്ല എന്താണെങ്കിലും. എനിക്ക് തടിയുള്ള ആനകളാണ് ഇഷ്ടം അല്ലേ? കോക്കനട്ട്സ്, bitter gourds, salads every day. The elephant kids got fed up with the food. We want tasty food, they said together. Then the doorbell rang. അപ്പോൾ എല്ലാ ദിവസവും അമ്മ എന്താ ഉണ്ടാക്കണത്? കോക്കനട്ട്, ബിറ്റർ ഗോഡ്, സാലഡ് ഉണ്ടാക്കും, ബിറ്റർ ഗോഡ് പാവയ്ക്ക ജ്യൂസ് ഉണ്ടാക്കും, കോക്കനട്ട് തേങ്ങ, പിന്നെ ഷുഗർ കെയിൻ, ഇതൊക്കെ തന്നെയാണ് എല്ലാ ദിവസവും കൊടുക്കുക. മക്കൾക്ക് എല്ലാവർക്കും എന്ത് പറ്റി? ഈ ഫുഡ് കഴിച്ച് മതിയായി. അവർക്ക് ടേസ്റ്റി ഫുഡ് വേണം, അവർക്ക് വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ഫുഡ് വേണമെന്ന് അവർ പറഞ്ഞു. അപ്പോഴാണ് ഡോർ ബെൽ അടിക്കുന്നത്. ഹൂ ഈസ് അറ്റ് ദ ഡോർ. ആരാണ് ഡോറിൽ? ഗസ് ചെയ്യാൻ പറ്റുമോ? ആരോ പുറത്ത് വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ദ ഡോർ ബെൽ റാങ്. ബെല്ലടിച്ചു. ദ മദർ എലിഫൻറ്റ് ഓപ്പൺ ദ ഡോർ. അമ്മ ആന പോയിട്ട് വാതിൽ തുറന്നു. ഹിയർ ഈസ് എ പാർസൽ ഫോർ യു. ഇതാ നിങ്ങൾക്കുള്ളൊരു പാർസൽ. ദ എലിഫൻറ്റ് അറ്റ് ദ ഡോർ സ്റ്റെപ്പ് സെഡ്. അപ്പോൾ പുറത്തൊരു എലിഫൻ്റാണ് വന്നിട്ടുള്ളത്. ആ എലിഫൻ്റ് എന്താ പറയണത്? നിങ്ങൾക്കൊരു പാർസലുണ്ട്. ഇറ്റ് വാസ് എ പാർസൽ ഫ്രം ഗ്രാൻഡ്മ. അത് ആരുടെ അടുത്തു നിന്നുള്ള പാർസലാണ്? ഗ്രാൻഡ്മ തന്നതാണ്. അമ്മുമ്മയുണ്ട്, ഗ്രാൻഡ്മ ഒരു പാർസൽ കൊടുത്തു വിട്ടതാണ് ഇവർക്ക് വേണ്ടി. വാട്ട് ഈസ് ഇൻസൈഡ്? എവ്രി വൺ സ്റ്റെയർഡ് അറ്റ് ദ ബോക്സ്. എല്ലാവരും ബോക്സിലേക്ക് ആകാംക്ഷയോടെ നോക്കി. എന്താണ് ഇതിൻ്റെ ഉള്ളിൽ? ദ ഫാദർ ഓപ്പൺ ദ പാർസൽ. അച്ഛൻ എന്ത് ചെയ്തു? പാർസൽ തുറന്നു. വാട്ട് ഈസ് ഇൻസൈഡ് ദ പാർസൽ? എന്തായിരിക്കും പാർസലിനുള്ളിൽ? ഗസ് ചെയ്യാമോ? ഗസ് ചെയ്യാൻ പറ്റില്ലല്ലേ? നമുക്ക് നോക്കാം എന്താണെന്ന്. വാവ്, എ കേക്ക്. ദ ചിൽഡ്രൻ ഡാൻസ്ഡ് വിത്ത് ജോയ്. സൂപ്പർ, ഒരു കേക്കാണ്. വാട്ട് എ സ്വീറ്റ് സ്മെൽ. ലൂക്ക് ടച്ച് ദ കേക്ക് വിത്ത് എ ട്രങ്ക്. എന്ത് നല്ല മണമാണ് ഇതിന്, എന്ത് നല്ല മണമാണ്, സ്വീറ്റ് സ്മെല്ലാണ്. ലൂക്ക് എന്ത് ചെയ്തു?
കേക്കിൻ്റെ മേലെ പയ്യെ തൊട്ട് നോക്കി അവൻ്റെ തുമ്പിക്കൈ കൊണ്ട്. ലുക്ക് അറ്റ് ഇറ്റ്സ് കളർ, ഡെല്ല സെഡ്. അതിൻ്റെ കളറ് നോക്കൂ. ദർ ആർ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ്, ബ്രൗൺ ആഡഡ്. ഇപ്പോൾ ബ്രൗൺ പറയാണ് അതിൻ്റെ മേളിൽ എന്താണ്ട് പൂക്കളുണ്ട്. മോം പ്ലീസ് കട്ട് ഇറ്റ്, ഐ വോണ്ട് കേക്ക് നൗ, ദ ബേബി എലിഫൻറ്റ് ക്രൈഡ്. ഇപ്പം കുഞ്ഞാനുണ്ടല്ലോ ബേബി എലിഫൻറ്റ് പറയാണ്, അമ്മ പ്ലീസ് ഒന്ന് കട്ട് ചെയ്ത് തരൂ, എനിക്ക് ആ കേക്ക് വേണം, ഇപ്പം തന്നെ എനിക്ക് വേണം. ദ മദർ കെയിം നിയർ, ഷീ സ്മെൽ ദ കേക്ക്. അമ്മ അടുത്ത് വന്നു, അമ്മ കേക്ക് മണത്ത് നോക്കി. വാട്ട് വിൽ ദ മദർ ഡു? അപ്പം അമ്മ എന്തായിരിക്കും ചെയ്യുക? എന്ത് ചെയ്യുമായിരിക്കും അമ്മ? അപ്പം തന്നെ കട്ട് ചെയ്ത് കൊടുക്കുമോ? നോക്കാം അല്ലേ നമുക്ക് എന്ത് ചെയ്യുമെന്ന്. ഇറ്റ്സ് യമ്മി ബട്ട് എവറിബഡി ലുക്ക് അറ്റ് ദ മദർ. വി വിൽ നോട്ട് ഈറ്റ് ഇറ്റ്, ലെറ്റ്സ് കീപ് ഇറ്റ് ഫോർ അവർ ഗസ്റ്റ്, ദ മദർ സെഡ്. ഷീ പുട്ട് ദ കേക്ക് ഇൻ ദ ഫ്രിഡ്ജ്. യമ്മിയാണ്, ടേസ്റ്റിയാണ്, നല്ലതാണ്, പക്ഷേ ഇതിപ്പോൾ നമ്മൾ തിന്നണ്ട, നമുക്കിത് ഗസ്റ്റുകൾക്ക് വേണ്ടി മാറ്റി വെക്കാം, നമുക്ക് വിരുന്നുകാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാം, അമ്മ പറഞ്ഞു. ഷീ പുട്ട് ദ കേക്ക് ഇൻ ദ ഫ്രിഡ്ജ്. അമ്മ എന്ത് ചെയ്തു? കേക്ക് കൊണ്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചു. വാട്ട് വിൽ ദ എലിഫൻറ്റ് കിഡ്സ് ഡു നൗ? ഇപ്പം ആനക്കുട്ടികളൊക്കെ എന്തായിരിക്കും ചെയ്യുക? അമ്മ കൊണ്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചില്ലേ, അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും? All were thinking about the sweet cake. They talked about the cake the whole day. എല്ലാവരും കേക്കിനെ പറ്റി തന്നെ ആലോചിക്കണമായിരുന്നു. എല്ലാവർക്കും പറഞ്ഞിട്ടും മതിയാവാനുള്ള കേക്കിനെ പറ്റി. ആ മുഴുവൻ ദിവസവും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. നല്ല സ്മെല്ലാണ്, നല്ല കളറാണ്, നല്ല പൂക്കളുണ്ട്, ഇതൊക്കെ തന്നെയായിരുന്നു അവരുടെ സംസാരം. വാട്ട് വിൽ ദേ ടോക്ക് അബൌട്ട് ദ കേക്ക്? അപ്പോൾ അവരെന്തായിരിക്കും കേക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവുന്നത്? നല്ല സ്മെല്ലാണെന്ന് പറഞ്ഞിട്ടുണ്ടാകും, ആ കേക്കിൽ ഫ്ലവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകും, നല്ല കളറാണെന്ന് പറഞ്ഞിട്ടുണ്ടാകും, യമ്മി ആണെന്ന് പറഞ്ഞിട്ടുണ്ടാകും അല്ലേ? ആഫ്റ്റർ സപ്പർ ഓൾ വെന്റ് ടു ബെഡ്. വെൻ വിൽ എ ഗസ്റ്റ് വിസിറ്റ് അസ്? ദ ബേബി എലിഫൻറ്റ് ആസ്ക്ഡ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, രാത്രിയിലത്തെ ഭക്ഷണം കഴിഞ്ഞു, അവരെല്ലാവരും കിടക്കാൻ പോയി, കിടന്നു. അപ്പോൾ ബേബി എലിഫൻറ്റ് ചോദിക്കുകയാണ്, എപ്പോഴായിരിക്കും ഇനി നമുക്കൊരു വിരുന്നുകാർ വരിക? വൈ ഡു യു വോണ്ട് എ ഗസ്റ്റ്? ബ്രൗൺ ആസ്ക്ഡ്. അപ്പോൾ ബ്രൗൺ ചോദിക്കും, എന്തിനാണ് നിനക്കിപ്പോൾ ഒരു ഗസ്റ്റ് വന്നിട്ട്? അപ്പോൾ നിനക്കൊരു ഗസ്റ്റ് എന്തിനാണ് വന്നത്? മോം വിൽ കട്ട് ദ കേക്ക് ദെൻ, സെഡ് ദ ബേബി എലിഫൻറ്റ്. എന്നാലല്ലേ അമ്മ കേക്ക് മുറിക്കുള്ളൂ, ബേബി എലിഫൻറ്റ് പറഞ്ഞു. ഇറ്റ്സ് എ സ്പഞ്ച് കേക്ക്. ഓക്കെ, അതൊരു സ്പഞ്ച് കേക്കാണ്. ലൂക്ക് പറയാണ്, ദ ഫ്ലവർ ഓൺ ഇറ്റ് ആർ മെയ്ഡ് ഓഫ് ഷുഗർ. ഡെല്ല ലിക്ഡ് ഹെർ ലിപ്സ്. അപ്പോൾ ഡെല്ല പറഞ്ഞു, ആ പൂക്കളില്ലേ അതൊക്കെ ഷുഗർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പഞ്ചസാര കൊണ്ട്. അവൾ നാക്ക് നോക്കി. എവ്രി വൺ തോട്ട് അബൌട്ട് ദ കേക്ക്, ദേ കുഡിൻറ്റ് സ്ലീപ്പ്. എല്ലാവരും ഈ കേക്കിനെ പറ്റി ആലോചിച്ച് കിടന്ന് ആർക്കും ഉറങ്ങാൻ പറ്റിയില്ല. വിൽ ദ മദർ ഗേവ് ദം ദ കേക്ക്? അമ്മ അവർക്ക് കേക്ക് കൊടുക്കുമോ? The mother elephant too was eager to taste the cake. അമ്മയാനക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ആ കേക്ക് എങ്ങനെയാണെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അറ്റ് മിഡ് നൈറ്റ് ഷീ ഗോട്ട് അപ്പ്. അപ്പോൾ അർദ്ധരാത്രി ആയപ്പോഴത്തേക്കും അമ്മ എലിഫൻറ്റ് പയ്യെ എഴുന്നേറ്റു. ഓൾ ആർ സ്ലീപ്പിംഗ് ഷീ തോട്ട്. എല്ലാവരും ഉറക്കമായിട്ടുണ്ടാവും അമ്മ എലിഫൻറ്റ് വിചാരിച്ചു. ഷീ വാക്ക്ഡ് വെരി ക്വയറ്റ്ലി ടു ദ കിച്ചൺ. അമ്മ പയ്യെ നടന്നു. എങ്ങോട്ടാണ് നടന്നേ? കിച്ചണിലേക്ക്. സ്ലോലി ഷീ ഓപ്പൺ ദ ഫ്രിഡ്ജ് ആൻഡ് ടുക്ക് ഔട്ട് ദ പാക്കറ്റ്. പയ്യെ, ആരും കേൾക്കാതെ, സൗണ്ട് ഉണ്ടാക്കാതെ ആ ഫ്രിഡ്ജ് തുറന്നു, പാക്കറ്റ് പുറത്തെടുത്തു. വാവ്, വാട്ട് എ സ്വീറ്റ് സ്മെൽ. നല്ല മണമുണ്ട് ഈ കേക്കിന്. ഷീ ക്ലോസ്ഡ് ഹെർ ഐസ് ആൻഡ് എൻജോയ്ഡ് ദ സ്മെൽ ഓഫ് ദ കേക്ക്. ഹെർ മൗത്ത് വാട്ടേർഡ്. അപ്പോൾ കണ്ണൊക്കെ പൂട്ടി ആ സ്മെല്ലൊന്ന് ആസ്വദിച്ചു. ആദ്യം തന്നെ വായിൽ അങ്ങോട്ട് വെള്ളം നിറഞ്ഞു. വിൽ എനിബഡി സീ ഹർ? വിൽ ഷീ ഈറ്റ് ദ ഹോൾ കേക്ക്? ആരെങ്കിലും അപ്പോൾ അവളെ കണ്ടിട്ടുണ്ടാകുമോ? മുഴുവൻ കേക്കും അമ്മ തന്നെ കഴിക്കുമോ മക്കൾക്ക് കൊടുക്കാതെ? നോക്കാം അല്ലേ? ദ മദർ ഓപ്പൺ ദ പാക്കറ്റ്. അലാസ്, ദർ വാസ് ഓൺലി വൺ പീസ് ലെഫ്റ്റ്. അമ്മ പാക്കറ്റ് തുറന്നു. കഷ്ടം, അവിടെ ഇതാ ഒരു പീസ് മാത്രമേ ബാക്കിയുള്ളൂ. വേർ ആർ ദി അതർ പീസസ്? ഹൂ ഏറ്റ് ദം? എനിവേ ഐ വിൽ ഈറ്റ് ദിസ്. അപ്പം മറ്റുള്ള പീസൊക്കെ അവിടെ പോയി? ആരാ അതൊക്കെ കഴിച്ചത്? എന്തെങ്കിലും ആവട്ടെ, ഇത് ഞാൻ കഴിക്കും. ഷീ ടുക്ക് ദ ലാസ്റ്റ് പീസ് ഫ്രം ദ പാക്കറ്റ്. ഗോട്ട് യു സഡൻലി ഹേർഡ് എ വോയിസ്. അപ്പോൾ അമ്മ എലിഫൻ്റ് എന്ത് ചെയ്തു? ആ ലാസ്റ്റ് നടന്ന പീസ് കഴിക്കാൻ വേണ്ടി ബോക്സിൽ നിന്ന് എടുത്തു, പാക്കറ്റിൽ നിന്ന് എടുത്തു. അപ്പോഴത്തേക്കും ഗോട്ട് യു എന്നുള്ള സൗണ്ട് കേട്ടു. ആരാണ് ആ വോയിസ് ഉണ്ടാക്കിയത്?
Mother ate the last piece of cake with a smile. Mom, don't you want to be thin? Asked the baby elephant. Yes, of course. We will eat cakes today and tomorrow we will work out even harder. അപ്പം അമ്മ അവസാനത്തെ പീസ് കഴിച്ചു. ബേബി എലിഫൻറ്റ് ചോദിക്കുക, അമ്മയ്ക്ക് മെലിയണ്ടേ? അപ്പോൾ പറയും യെസ് ഓഫ് കോഴ്സ്, തീർച്ചയായും മകനെ, എനിക്ക് മെലിയണം. പക്ഷേ ഇന്ന് നമ്മൾ കേക്ക് കഴിക്കും, നാളെ നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യും, കുറച്ചുകൂടി കൂടുതൽ വർക്കൗട്ട് ചെയ്യും. കേക്ക് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി സെഡ് ദ ബേബി എലിഫൻറ്റ്. കേക്കാണ് എൻ്റെ എനർജിയുടെ സീക്രട്ട് എന്ന് ബേബി എലിഫൻറ്റ് പറയും. എവ്രി വൺ ലാഫ്ഡ് ആൻഡ് വെൻറ്റ് ടു ബെഡ്. എല്ലാവരും ചിരിച്ചു, എന്നിട്ട് അവരെല്ലാവരും ഉറങ്ങാൻ പോയി. ഇനി ലെറ്റ് സിംഗ് ആണ്. ഇഫ് യു മീറ്റ് an elephant on a sunny day, what would you do? What would you say? I would say, good morning, elephant. How do you do? I am glad to meet you, elephant. I would like to dance with you. അപ്പോൾ ഒരു ദിവസം നിങ്ങളൊരു എലിഫൻറ്റിനെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എലിഫൻറ്റിനെ കണ്ടാൽ, ആനയെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഐ വുഡ് സേ, ഗുഡ് മോർണിംഗ് എലിഫൻറ്റ്, ഹൗ ഡു യു ഡു? ഗുഡ് മോർണിംഗ് എലിഫൻറ്റ്, എങ്ങനെയുണ്ട്, സുഖമല്ലേ എന്ന് ചോദിക്കും. ഐ ആം ഗ്ലാഡ് ടു മീറ്റ് യു എന്ന് പറയും. എനിക്ക് സന്തോഷമാണ്, നിങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷമാണെന്ന് പറയും. ഐ വുഡ് ലൈക്ക് ടു ഡാൻസ് വിത്ത് യു, എനിക്ക് എലിഫൻ്റെ കൂടെ ഡാൻസ് കളിക്കണമെന്ന് പറയും. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഇഫ് യു മീറ്റ് എ പാരറ്റ് ഓൺ എ റെയിനി ഡേ, ഒരു മഴയുള്ള ദിവസം നിങ്ങളൊരു തത്തമ്മയെ കണ്ടാൽ നിങ്ങൾ എന്ത് പറയും? വാട്ട് വുഡ് യു ഡു? വാട്ട് വുഡ് യു സേ? നിങ്ങൾ എന്ത് ചെയ്യും, എന്ത് പറയും? ഐ വുഡ് സേ, ഗുഡ് മോർണിംഗ് പാരറ്റ്, ഹൗ ഡു യു ഡു? ഐ ആം ഗ്ലാഡ് ടു മീറ്റ് യു പാരറ്റ്, ഐ വുഡ് ലൈക്ക് ടു ഡാൻസ് വിത്ത് യു. അപ്പം നിങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറയും, എനിക്ക് നിങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കണമെന്ന് പറയും. ഈ പോയം എഴുതിയിരിക്കുന്നത് ലീനെ ഗൂന്ദർ എന്ന് പറഞ്ഞ ഒരു പോയറ്റാണ്. നെക്സ്റ്റ്, അറേഞ്ച് ദി events of the story in proper order. At night, the father elephant and the kids took the cake and ate it. Grandma sent a cake to the elephant's family. Mother felt ashamed. Mother elephant walked quietly to the kitchen. The elephant's kids wanted to eat the cake, but the mother kept the cake in the fridge. We caught the thief. Della laughed aloud. So ഇതിന് ആൻസേഴ്സ് നമ്മൾ താഴെയുള്ള ബോക്സിൽ എഴുതണം. ഞാൻ ഓർഡർ കറക്റ്റാക്കി ഇട്ടിട്ടുണ്ട്, നിങ്ങളതൊന്ന് നോക്കി എഴുതിയാൽ മാത്രം മതിയാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.